ഓം നമ ശിവായ. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 15ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഓഗസ്റ്റ് 6 മുതൽ നടന്നു വരികയാണ്. 2023 ഓഗസ്റ്റ് 6 മുതൽ 13 വരെയാണ് 15ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം. ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷം നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ആചാര്യൻ ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. ഭാഗവതമാകുന്ന പാലാഴിയെ തൻ്റെ ശ്രുതിമധുരമായ പാരായണത്തിൻ്റെ മന്ദരപർവ്വതമിട്ട് കടഞ്ഞ് ഭക്തിയാകുന്ന അമൃതത്തെ പുറത്തു കൊണ്ടുവരുന്നതിൽ ആദിത്യനാണ് ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്. കരുണാമയനും സർവമംഗളദായകനും ക്ഷിപ്രപ്രസാദിയും മൃത്യുഞ്ജയമൂർത്തിയുമായ ഇളംകുളത്തപ്പൻ സ്വയംഭൂവായി വിരാജിക്കുന്നതും 4 ശാലകളിലായി ഗോക്കളുടെ മധ്യത്തിൽ ഉണ്ണിക്കണ്ണൻ ഗോശാല കൃഷ്ണക്ഷേത്രവും നിലകൊള്ളുന്ന ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തക്ഷകന്റെ ദംശനമേറ്റ് 7 ദിവസത്തിനുള്ളിൽ മരണപ്പെടുമെന്ന മുനിശാപം ഏറ്റുവാങ്ങിയ പരീക്ഷിത്ത് രാജാവിനെ ആചാര്യന്മാർ ശ്രീ മഹാഭാഗവതം 7 ദിവസം കൊണ്ട് പാരായണം ചെയ്തു കേൾപ്പിച്ചു എന്നാണ് മഹാഭാരതം പറയുന്നത്. ഭാഗവതം മുഴുവൻ കേട്ട മഹാരാജാവ് ഇഹലോക സുഖങ്ങളുടെ നിരർത്ഥകത മനസ്സിലാക്കി ആത്മജ്ഞാനം നേടിയെന്നും തുടർന്ന് തക്ഷക ദംശനത്തിലൂടെ മോക്ഷപ്രാപ്തി വരിച്ചുവെന്നുമാണ് മഹാഭാരത സാക്ഷ്യം. 7 പകലുകൾ കൊണ്ട് ശ്രീ മഹാഭാഗവത പാരായണം ചെയ്തു കേൾക്കുക എന്നത് പുണ്യമായും യജ്ഞസാക്ഷാത്കരമായും കരുതപ്പെടുന്നു. ആ ദിവ്യ നിർവൃത്തിക്കുള്ള വേദിയാണ് ഇളംകുളത്തപ്പൻ്റെ പുണ്യസങ്കേതത്തിൽ ഒരുങ്ങിയിരിക്കുന്നത്. ആയുർദൈർഘ്യത്തിനും രോഗശാന്തിക്കും മംഗല്യഭാഗ്യത്തിനും സർവഭിഷ്ടാസിദ്ധിക്കും ഐശ്വര്യവർദ്ധനവിനും അത്യുദ്യമാണ് ഭാഗവത കഥകൾ. വേണ്ടിയിട്ടാണ് തുടങ്ങിയിരിക്കണത് യാഗം. സ്വതേ ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടായാൽ മതി മനുഷ്യന് നന്നാവാൻ. വിദ്യാതപോ വിത്ത അപൂർവയക്കുലേഹി സതാംഗുണൈ ഷഡ്ഭിരസത്തമേതരൈഹി. ആർക്ക് ഗുണം ആർക്കാ ഉണ്ടാവേണ്ടത്? അതോ നല്ലവർക്ക് ഗുണങ്ങൾ ഉണ്ടാവണം. നല്ല ധനം, നല്ല വിദ്യാഭ്യാസം, നല്ല കുടുംബത്തിൽ ജനിക്കുക, ഇത് ഏതെങ്കിലും ഒന്നുണ്ടായാൽ ഒരാൾക്ക് നന്നാവാം. പക്ഷേ അത് നല്ല മനസ്ഥിതി ഉള്ളവർക്കല്ല ധാരാളം ധനം ഉണ്ടായതെന്നുണ്ടെങ്കിൽ എത്ര കണ്ട് താഴത്തേക്ക് അധപ്പതിക്കാം, എത്ര കണ്ട് അഹങ്കരിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കഥ പറഞ്ഞില്ലേ, ബുദ്ധി നന്നാവാത്തൊരു കുറെ പഠിക്കുകയും കൂടിയും ചെയ്താൽ പരദ്രോഹത്തിനൊരതിരുണ്ടാവില്ല. അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ? അത് സയൻസ്, വിദ്യാഭ്യാസം പഠിക്കണത് വളരെ വിശേഷമാണ്. പക്ഷെ അത് നേർവഴിക്കായിരിക്കണം, അല്ലെങ്കിലോ പരദ്രോഹത്തിന് കാരണമാവും. അപ്പൊ അതാണ്. അപ്പോ ഇതൊക്കെ തഴഞ്ഞ് ദക്ഷിണ എത്ര ഉണ്ട് അധപ്പതിക്കാം. അപ്പൊ ദേവി ചോദിച്ചു, കുറച്ചൊക്കെ ഞാനും കേട്ടു, ഒരു കാര്യം ചെയ്യായിരുന്നില്ലേ? ആ നാച്ചം വരുമ്പോ അവിടത്തേക്കൊന്ന് എണീക്കായിരുന്നില്ലേ? അല്ല, നഷ്ടമുണ്ടോ? സതീദേവിക്ക് അത് ചോദിക്കാനുള്ള അർഹത ഉണ്ട്. തൻ്റെ സർവസ്വമായിട്ടുള്ള മഹാദേവനോടാണ് പറയണത്. അപ്പൊ ചോദിക്കാം, ഇവിടുന്ന് എന്തിനാ തമ്മിത്തെല്ലാം നിന്ന് ഒന്ന് എണീട്ടാ എന്തായിരുന്നു നഷ്ടം എന്ന് ചോദിക്കാം. മഹാദേവൻ പറയാണ്, സതി, അത് ഞാൻ ദക്ഷനെ അപമാനിക്കണം എന്ന് കൽപ്പിച്ചുകൂട്ടി വിചാരിച്ചിട്ട് എണീക്കാണ്ടിരുന്നതല്ല. നമ്മൾ വേറൊരാളെ എണീട്ട് വന്ദിക്കണ സമയത്ത് ആ ആളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് വേണം നമ്മൾ വന്ദിക്കാൻ. അല്ല എന്നുണ്ടെങ്കിൽ ആ വന്ദനം ഏറ്റെടുക്കുന്ന ആള് നശിക്കും. അതാണ്
ആരെയാ വന്ദിക്കണത്? അതാണ് മഹാദേവൻ പറയണത്, ഗുഹാശയായൈവന ദേഹമാനിനെ. അത് ആരും മനസ്സിലാക്കാറില്ല. 1-2 പേര് വന്നിങ്ങോട്ട് നമസ്കരിച്ച നമ്മളങ്ങോട്ട് പൊങ്ങായി. ഹായ്, കണ്ടില്ലേ എത്ര ആളാ എന്നെ നമസ്കരിക്കണത്? ആരെയാ നമസ്കരിക്കണത്? എന്നെയല്ല നമസ്കരിക്കണത്, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഞാനുണ്ട്. ആ എന്നെയാണ് നമസ്കരിക്കണത്. ഭഗവാനെയാണ് നമ്മൾ വന്ദിക്കണത്, നമസ്കരിക്കണതും ഈ മാംസപിണ്ഡത്തിനെ അല്ല. അതാണല്ലോ നമ്മളുടെ ഒരു സംസ്കാരം. നമ്മൾ ആരെ കണ്ടാലും എന്താ പറയാ? നമസ്കാരം, നമസ്കാരം. ആരോട്? ഭഗവാനോടാണ് പറയണത് നമസ്കാരം എന്ന് പറയണത്. അത് മനസ്സിലാക്കാണ്ട് അഹങ്കരിച്ചാലോ അധപ്പതിക്കും. അപ്പൊ ദക്ഷൻ അഹങ്കരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് പ്രത്യക്ഷമായിട്ട് നമസ്കരിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ശരിക്ക് പറഞ്ഞാൽ വന്ദിച്ചിരിക്കണു. ഗുഹാശയായൈവനദേഹമാനിനെ, ഉള്ളിലിരിക്കണ ഭഗവാനെ മനസ്സുകൊണ്ട് ഞാൻ വന്ദിച്ചു. വാസുദേവമൂർത്തിയെ, ദക്ഷനെ വന്ദിച്ചില്ല എന്നേ ഉള്ളൂ എന്ന് മഹാദേവൻ. അതുകൊണ്ട് അല്ല, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എനിക്കിപ്പൊ തോന്നണത് സതി തൽക്കാലം പോവാതിരിക്കുക നല്ലത്. കാരണം അവിടെ ചെന്നാൽ അരുദ്രഭാഗം തമപേക്ഷ, രുദ്രഭാഗം ഇല്ലാത്ത യാഗം കാണേണ്ടി വന്നാൽ ദേവിക്കത് സഹിക്കില്ല. അതുകൊണ്ട് അല്ല, പോയാൽ എന്തൊക്കെ ആപത്ത് ഉണ്ടാവുക നിശ്ചയില്ല. മരണം വരെയുള്ള ആപത്തൊക്കെ സംഭവിക്കാം. ആർക്കാന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് പോണ്ട എന്ന് പറഞ്ഞാൽ പോവില്ല. പക്ഷേ അപ്പോൾ അച്ഛൻ്റെ യാഗത്തിന് പോവാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് അച്ഛനെ വിചാരിച്ചും കൊണ്ട് ശരീരം ഉപേക്ഷിക്കും. പോയാലോ അരുദ്രഭാഗം, സാക്ഷാൽ മഹാദേവന് ഭാഗം, യാഗഭാഗം ഇല്ലാത്ത യാഗമാണല്ലോ അച്ഛൻ ചെയ്യണത് എന്ന് കണ്ടാൽ സതിക്കത് താങ്ങാൻ പറ്റില്ല. അപ്പോഴും സതി ശരീരം ഉപേക്ഷിക്കും. എന്തായാലും തനിക്ക് തൻ്റെ പ്രിയതമ നഷ്ടപ്പെടാൻ പോവുക. പിന്നെന്തിനാ ഈ അപ്രിയം പറയണത്? അങ്ങനെ ശ്രീ ഗുരുവായൂരപ്പനെയും വിചാരിച്ച് ധ്യാനിച്ച് അവിടെ അങ്ങോട്ട് ഇരുന്നു. അങ്ങനെ കണ്ടപ്പോൾ കുറച്ച് ദേഷ്യം വന്നു. രുദ്രാണിയല്ലേ, അത് സാമാന്യം ദേഷ്യം വന്നു. താൻ ഇത്രയ്ക്കൊക്കെ പറഞ്ഞിട്ടും ഒന്ന് തൻ്റെ ഒപ്പം വന്നാൽ അപ്പോഴാണ് ഒരു ധ്യാനം എന്ന് തോന്നി ദേവിക്ക്. നാ വരണ്ട, അങ്ങനെ പിന്നെ എൻ്റെ ഒപ്പം വരണം എന്ന് വിചാരിക്കാത്ത ആള് വരണ്ട എന്നുള്ള നിലയ്ക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി. കുറച്ചും ഇങ്ങോട്ട് ഇറങ്ങിയാൽ തോന്നുക അയ്യേ മഹാദേവൻ ഇല്ലാണ്ട് യാഗത്തിന് പോവാൻ വയ്യ, ഇങ്ങോട്ട് തന്നെ വരും. ഇവിടെ വന്നാൽ ധ്യാനിക്കണ കണ്ട ദേഷ്യം വരും, ഇറങ്ങും. ഇങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ നടക്കണ വേഗത കൊണ്ട് 2 സതിയിടോ എന്ന് തോന്നി. മഹാരാജാവേ, ശ്രീശുക ബ്രഹ്മർഷി മൈത്രേയൻ വിദുരനോട് പറയണു. അവസാനം തീരുമാനിച്ചു മഹാദേവൻ വരില്ല എന്നുറപ്പായി. അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി. സതി പോവുകയാണെന്ന് കണ്ടപ്പോൾ ഭൂതഗണങ്ങൾക്ക് കൽപ്പന കൊടുത്തു. വേണ്ട പോലെ അലങ്കരിച്ച് വാദ്യഘോഷങ്ങളോടുകൂടി അങ്ങടെ എഴുന്നള്ളിച്ചു സതീദേവിയെ. അവിടെ ചെന്നപ്പോഴോ അമ്മയ്ക്കും സഹോദരിമാർക്കൊക്കെ വളരെ സന്തോഷമായി. പക്ഷെ അത് സതിക്കും ഇഷ്ടമായി. അച്ഛൻ്റെ ഭാവം അറിയണമല്ലോ. ആ യാഗശാലയിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ നല്ലോണം അങ്ങനെ മനസ്സിലായി. ആ അച്ഛൻ കണ്ടു നടിക്കണമല്ലോ. അച്ഛൻ മാത്രോ? അതാണ് ആലോചിച്ച് നോക്കൂ. ആ ദക്ഷൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവിടെ യാഗം ചെയ്യണ മഹർഷിമാരും കൂടി ആ മഹാദേവിയെ കണ്ടു എന്നങ്ങോട്ട് നടിച്ചില്ല. എല്ലാവരും തല താഴ്ത്തി അങ്ങനെ ഇരിക്കുക. കൈലാസത്ത് നിന്ന് ആര് വന്നാലും മാനിക്കാൻ പാടില്ല എന്നാണ് ദക്ഷൻ്റെ കൽപ്പന. അങ്ങനെ കണ്ടു, കഷ്ടം അങ്ങനെ തോന്നി ദേവിക്ക്. ആ വേദിയിലേക്ക് അങ്ങോട്ട് കയറി. ദേവി പറഞ്ഞു, അച്ഛനെ നന്നാക്കാൻ പറ്റില്ല, പക്ഷെ ഇനിയുള്ളവര് ദക്ഷനെ കണ്ട് പഠിക്കരുത്. ഇങ്ങനെയുള്ള അബദ്ധം ഇനിയുള്ള തലമുറയ്ക്ക് വരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഒരു 4 വാക്ക്. കഷ്ടം, അവിടുത്തേക്ക് അബദ്ധം പറ്റിയില്ലോ. ചില ഇഷ്ടപ്പെട്ടവര് മത്സരം, ചിലവരോട് മത്സരം, ചിലവരോട് സ്നേഹം. ഇതൊക്കെ മഹാദേവനുണ്ടോ? എല്ലാവരോടും കാരുണ്യം, വാത്സല്യം മാത്രമാണ് മഹാദേവന്. ഇത് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ. എന്താ സജ്ജനങ്ങളുടെ ലക്ഷണം? ദോഷാൻ പരേഷാം ഹി ഗുണേഷു സാധവോ. ഇളംകുളം ശ്രീ മഹാദേവന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം. ഓം നമഃ ശിവായ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.